അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ മൻ ലാ നബിയ്യ ലദീന ഇസ്തഫ അമ്മാ ബഅദ്. നമ്മൾ വുദൂ ചെയ്ത് കഴിഞ്ഞാൽ സോക്സ് ധരിക്കുകയാണെങ്കിൽ യാത്രക്കാരനാണെങ്കിൽ 3 ദിവസവും, നാട്ടുകാരനാണ് താമസിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ 1 ദിവസവും, വുദൂ പിന്നീട് നടക്കുന്ന അല്ലെങ്കിൽ പിന്നീട് എടുക്കുന്ന വുദൂവിൻ്റെ ഒക്കെ ഒപ്പം ഈ സോക്സിന്റെ മുകളിൽ തടവിയാൽ മതി, സോക്സ് ഊരി കാല് കഴുകേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ മസ്അലയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ നിയമം ബാധകമാണ് എന്ന് ആദ്യം തന്നെ സൂചിപ്പിച്ചുകൊള്ളട്ടെ. അപ്പോൾ നെരിയാണി കവർ ചെയ്യുന്ന രീതിയിൽ വെള്ളം പ്രവേശിക്കാത്ത ഒരു ലെതറിന്റെ സോക്ക് ആണെങ്കിൽ അതിനെയാണ് ഹുഫ് എന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന സോക്ക് അത്തരത്തിലുള്ള ഒരു സോക്കായിരുന്നു. അപ്പോൾ അതിന്മേൽ തടവൽ അനുവദനീയമാണ് എന്ന് അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതിൽ ഇജ്മാ ഉണ്ട് എന്ന് തന്നെ പറയാം. കാരണം അഹ്ലുസുന്നയുടെ പുറത്തുള്ള ഷിയാക്കളും ഖവാരിജുകളും എന്ത് ചെയ്യുന്നില്ല, ഇത് അനുവദിക്കുന്നില്ല. അപ്പൊ മുത്തവാത്തിറായ ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ 20ഓളം സഹാബികൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജരീർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ബാത്റൂമിൽ പോയി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ചോദിക്കപ്പെട്ടു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് തടവുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ സൂറത്തുൽ മാഇദയിൽ വുദൂഇന്റെ ആയത്ത് ഇറങ്ങിയതിനു ശേഷം ഇത് നസ്ഖ് ചെയ്യപ്പെട്ടു എന്നാണ് ചില ആളുകളുടെ വാദം. അപ്പൊ ഇബ്രാഹിം അൻ-നഖായി പറയുകയാണ്, ഈ ജരീർ ഇബ്നു അബ്ദുല്ലയുടെ ഈ ഹദീസ് ഞങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം ഈ ഹദീസ് അദ്ദേഹം സൂറത്തുൽ മാഇദ ഇറങ്ങിയതിന് ശേഷമാണ് ഇസ്ലാം സ്വീകരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ നസ്ഖ് ചെയ്യപ്പെട്ടു എന്ന വാദം തെറ്റാണ് എന്ന് ഈ ഒരു ഹദീസ് കൊണ്ട് തെളിയിക്കാം എന്നതാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇമാം നവവി റഹിമഹുള്ള പറയുകയാണ്, ഖുഫിന്മേൽ തടവുന്നത് അനുവദനീയമാണ് എന്നതിൽ ഇജ്മാ ഉണ്ട്. അതിന് പ്രത്യേക വേറെ കാരണങ്ങളൊന്നും വേണ്ട. ഒരു കാരണവും ഇല്ലാതെ ഒരാളിന്ന് സോക്സ് ധരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ലെതറിന് ഒരു ഹുഫ് ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹുഫിന്മേൽ തടവൽ അയാൾക്ക് അനുവദനീയമാണ് എന്നുള്ളത്. ഇനി നെരിയാണി മറയാത്ത വിധത്തിലുള്ള ഒരു ചെറിയ സോക്കാണെന്നുണ്ടെങ്കിൽ അതിന്മേൽ തടവൻ പറ്റൂല എന്നുള്ളത് പണ്ഡിതന്മാരുടെ ഇടയിൽ ഐക്യകണ്ഠേന അവർ അഭിപ്രായപ്പെട്ടതാണ്. ഇനി ഇഖ്തിലാഫ് വരുന്നത് നമ്മൾ ധരിക്കുന്ന പോലത്തെ സോക്സ്, അഥവാ വെള്ളം അകത്തേക്ക് പ്രവേശിക്കുന്ന തിന്നായിട്ടുള്ള നൈലോണിന്റെയും കോട്ടന്റെ ഒക്കെ സോക്സുകൾ, അത് അന്ന് ഈ ആധുനികമായി നമ്മൾ ധരിക്കുന്ന സോക്സുകൾ, ഈ സോക്സ് അത് വെള്ളം പ്രവേശിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഹുഫിൽ വെള്ളം പ്രവേശിക്കില്ല, അത് ലെതറിന്റെ സോക്കാണ്. ഇത് വെള്ളം പ്രവേശിക്കുന്ന നൈലോണിന്റെയും കോട്ടന്റെയും സോക്കുകളാണ്. ഇതിൽ തടൽ അനുവദനീയമാണോ? 3 മദാഹിബുകളും പറഞ്ഞത് അനുവദനീയമല്ല എന്നുള്ളതാണ്. ഹനഫി മദ്ഹബ് പറയുന്ന അസ്കഫി പറയുന്നത് അത് അത്രയും കട്ടിയുള്ളതാണ്, അഥവാ ഇനി ലെതർ അല്ലെങ്കിൽ പോലും അത്രയും നല്ല കട്ടിയുള്ളതും നിങ്ങൾക്ക് ഒരു ഫർസഖ് അഥവാ ഒരു 5 കിലോമീറ്ററോളം അത് മാത്രം ധരിച്ച് നടന്നാൽ ആ ധരിക്കുന്ന ഒരു സോക്കിനൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ഷൂ പോലത്തെ ഒരു സംഭവമാണെങ്കിൽ മാത്രമേ ഇത് അനുവദനീയമാവൂ എന്നുള്ളത് ഇമാം നവവിക്കും ഇതേ അഭിപ്രായമാണ്. എന്നാൽ ഹംബലി മദ്ഹബിൽ അവർ പറയുന്നത് ഇത് അനുവദനീയമാണ്. ഇബ്ൻ ഖുദാമ അദ്ദേഹത്തിന്റെ മുഗ്നിയിൽ പറയുന്നത് ആംഗിൾ കവർ ചെയ്യുന്ന എന്തും ഒരു ഹുഫിന്റെ വിധി ബാധകമാകും എന്നുള്ളത്. ഇബ്ൻ തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നത് എന്താണെങ്കിലും ഒരു കാല് നിങ്ങൾ മറയുന്ന രീതിയിൽ എന്ത് ധരിച്ചാലും, അതിന് എത്ര തിന്നാണെങ്കിലും എത്ര കട്ടിയില്ലാത്തതാണെങ്കിലും അതിന് ഈ വിധി ബാധകമാണ്. ഇബ്ൻ ഹസം റഹിമഹുല്ലക്കും ഇതേ അഭിപ്രായമാണ്. ഇപ്പോ അബൂ ദാവൂദ് തിർമിദിയിൽ വന്ന അവരുടെ തെളിവ് എന്താണെന്ന് വെച്ചാൽ സഹീഹായി വന്നൊരു ഹദീസാണ്. അപ്പൊ മുഗീർ ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മസാ ചെയ്യുന്നത് കണ്ടു. അലൽ ജൗറബൈനി വനഅലൈൻ. ജൗറബ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോത്ത് കൊണ്ടുണ്ടാക്കിയ സോക്കിനെയാണ് ലിംഗ്വിസ്റ്റിക്കലി ജൗറബ് എന്ന് പറയാം. ഹുഫ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ലെതറിന്റെ സോക്കാണ്. അപ്പോ ഇനി ഈ ഹദീസിലെ മറ്റ് 3 മദാഹിബുകൾ ഇത് അനുവദനീയമല്ല എന്ന് പറഞ്ഞ മദാഹിബുകൾ എന്താ പറയാ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ മുഗീർ ബിൻ ശുഅബക്ക് ഹുഫ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ആ ജൗറബ് എന്തായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ച ജൗറബ് ഇംപെർമിയബിൾ ആണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇബ്ൻ തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നത് സോക്സിന്മേൽ തടവുക എന്ന ഒരു വിധി അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇളവ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വുദു എളുപ്പമാക്കാനാണ്. അപ്പൊ അതിന്മേൽ നമ്മൾ ഒരുപാട് കണ്ടീഷൻസ് വെക്കുക. അത് കട്ടിയുള്ളതാവുക, വെള്ളം പ്രവേശിക്കാത്തതാവുക, ഒരു ഫർസഖ് നടന്നു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്ത വിധത്തിൽ സ്ട്രെങ്ത് ഉള്ളതാവുക എന്നുള്ളൊക്കെ കണ്ടീഷൻസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ വെരി ബേസിക് പർപ്പസ് തന്നെ നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം കണ്ടീഷൻസ് ഒന്നും വെർബലി പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ എന്താണോ അന്ന് റസൂലുള്ളാഹിയുടെ കാല് മറച്ചിരുന്ന ഒരു സോക്ക് അതിന്മേൽ തടവി എന്നിട്ട് ഇത് പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ്. അപ്പോൾ സുന്ന പ്രകാരം നമുക്ക് കിട്ടുന്നത് കാലിന്മേൽ തടവുന്നത് എന്തും കാൽ കവർ ചെയ്യുന്നത് എന്തിന്റെ മേലെ തടവാം എന്നുള്ളതാണ് ഇബ്ൻ തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നത്. ഇനി ഒരാൾ സോക്സ് ധരിക്കുകയാണ്,
അത് സ്വാഭാവികമായിട്ടും നെര്യാണി കവർ ചെയ്യുന്ന രീതിയിലാവും. പക്ഷെ ഒരു ഷൂ, നമ്മൾ സാധാരണ ലോഫർ ഷൂസ് ഒക്കെ ഇടുമ്പോൾ അത് നെര്യാണി കവർ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ ഈ ഷൂവിന്മേൽ തടവിക്കൊണ്ട് ഷൂ ഇട്ടുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചർച്ച കൂടിയുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചർച്ചയാണ്. അപ്പോൾ ചില ഫിഖ് കൗൺസിൽസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഒരു ആധുനിക മസലയാണ്. കാരണം നമ്മൾ പണ്ടത്തെ ഷൂ പോലെയല്ല, ഇപ്പോഴത്തെ ഷൂ നമ്മൾ നെര്യാണി കവർ ചെയ്യാത്ത രീതിയിലുള്ള ഷൂസ് ആയിരിക്കും. പക്ഷെ സോക്സ് നെര്യാണി കവർ ചെയ്യുന്ന സോക്സുകളായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? അപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞത്, നമ്മൾ സോക്സ് ധരിക്കുമ്പോൾ വുദു ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ ഷൂ ധരിക്കുമ്പോഴും വുദു ഉണ്ടാവണം. എങ്കിൽ ആ സോക്സും ഷൂവും കൂടിയിട്ട് ഒരു യൂണിറ്റ് ആയിട്ട് നമുക്ക് പരിഗണിച്ചുകൊണ്ട് ഇതിന്റെ ഇളവ് എടുക്കാം എന്നുള്ളത്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ദീനിൽ അള്ളാഹു ആർക്കും ഒരു പ്രയാസവും വരുത്തിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തന്ന കാര്യങ്ങൾ, അള്ളാഹുവിന്റെ സമ്മാനങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് എന്നുള്ളത്. ഇനി സോക്സിന്റെ എവിടെയാണ് തടവേണ്ടത്? ഇപ്പൊ നമ്മൾ വുദു എടുത്തതിന് ശേഷം കൈകൾ കഴുകിയതിനു ശേഷം കാലിന്മേൽ തടവുമ്പോൾ എവിടെയാണ് തടവേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അലി റളിയല്ലാഹു അൻഹു ഒരു അസറാണ്. നമ്മുടെ മതം ദീനുൽ ഇസ്ലാം ലോജിക്കിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിൽ, ഞാൻ തടവുമ്പോൾ, സോക്സിന്മേൽ ഹുഫ് തടവുമ്പോൾ ഞാൻ കാലിന്റെ താഴ്ത്താണ് തടവേണ്ടിയിരുന്നത്. പക്ഷെ ഞാൻ വുദു എടുത്തതിന് ശേഷം തടവുന്നത് മുകളിൽ ആണ് തടവുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിൽ മുകളിൽ തടവുന്നതാണ് കണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മസ എന്നുള്ളത് സിംബോളിക് ആണ്. അത് പ്രത്യേകിച്ച് നമ്മൾ ഓവർ കണ്ടീഷൻസ് ഒന്നും ആഡ് ചെയ്ത് അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ടതില്ല. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.